IFFK ജൂറി ചെയർമാനായ PT കുഞ്ഞുമുഹമ്മദിനെതിരെ ഉയർന്ന പീഡന പരാതി എങ്ങും എത്താതെ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട് എങ്കിലും അത് ഈ പരാതി കാരണമാണെന്നൊരു തോന്നൽ വരുന്നില്ല. പകരം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിരോധിക്കാനാണ് കൂടുതൽ പേരും ശ്രമിക്കുന്നത്. ലൈംഗിക കുറ്റവാളികൾ ഒരു തരത്തിലുള്ള അനുകമ്പയും അറിയിക്കുന്നില്ല. അവരെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതും വലിയ തെറ്റ് തന്നെയാണ്. ഫിലിം ഫെസ്റ്റിവലിൻ്റെ സ്ക്രീനിംഗ് സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ജൂറി ചെയർമാൻ PT കുഞ്ഞുമുഹമ്മദ് ചലച്ചിത്ര പ്രവർത്തകയായ സ്ത്രീയെ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്നാൽ റൂമിലെത്തിയപ്പോൾ അദ്ദേഹം അവരെ കടന്നു പിടിക്കുകയായിരുന്നു എന്നാണ് പരാതി. എന്നാൽ ഇയാൾക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ കേസെടുക്കാൻ വൈകിയെന്നാണ് പ്രധാന ആക്ഷേപം. നവംബർ 27 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ച പരാതി ഡിസംബർ 2 കൻ്റോൺമെൻറ്റ് പോലീസിന് കൈമാറിയത്. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് വീണ്ടും 5 ദിവസങ്ങൾ കഴിഞ്ഞാണ്. ഡിസംബർ 8 BNS 74, 75, 1 വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് പരാതി ലഭിച്ച് 12 ദിവസം കഴിഞ്ഞാണ് സ്ത്രീത്വത്തെ അപമാനിച്ച ഒരു പരാതിയിൽ പോലീസ് കേസെടുക്കുന്നത്. കുഞ്ഞുമുഹമ്മദ് ഇടത് സഹയാത്രികനായതുകൊണ്ടാണ് നടപടിയെടുക്കാൻ വൈകിയെന്ന ആരോപണം ഒരു വശത്ത് ഉയരുന്നുണ്ട്. അതേപോലെ കേസെടുക്കേണ്ട എന്ന് കൻ്റോൺമെൻറ്റ് പോലീസിന് നിർദ്ദേശം ലഭിച്ചിരുന്നതായും ആക്ഷേപമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയപ്പോൾ കാട്ടിയ തിടുക്കവും ജാഗ്രതയും ഈ വിഷയത്തിൽ ഉണ്ടായില്ലെന്ന ആരോപണവും വളരെ ശക്തമാണ്. എന്നാൽ മെയിൽ വഴിയാണ് പരാതി ലഭിച്ചതെന്നും തൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പോലീസിന് അത് കൈമാറിയെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മറുപടി. പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം കേസ് എടുത്തു എന്നാണ് പോലീസും പറയുന്നത്. അതേസമയം താൻ ആരോടും അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും പരാതിക്കാരി തെറ്റിദ്ധരിച്ചതാകാമെന്നും PT കുഞ്ഞുമുഹമ്മദ് പ്രതികരിച്ചു. തനിക്കെതിരെ മുമ്പൊരിക്കലും പരാതി ഉണ്ടായിട്ടില്ലെന്നും അവരോട് മാപ്പ് പറയാൻ തയ്യാറാണെന്നും വരെ അദ്ദേഹം പറയുന്നു. എന്തായാലും ആ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു കഴിഞ്ഞു. ഈ പരാതിയിൽ പറയുന്ന സമയത്ത് PT കുഞ്ഞുമുഹമ്മദും പരാതിക്കാരിയും ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടം വരെ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. അതിനുശേഷം എന്താണ് നടപടികൾ സ്വീകരിക്കാത്തത് എന്നാണ് ചോദ്യം. PT കുഞ്ഞുമുഹമ്മദിനെ ഇതുവരെ പോലീസ് ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ പെട്ടെന്ന് എടുത്ത് ചാടിക്കേറി ശിക്ഷിക്കണം എന്നല്ല പറയുന്നത്. മുൻ ഇടതുപക്ഷ MLA ആയതുകൊണ്ടോ ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികൻ ആയതുകൊണ്ടോ യാതൊരു പ്രിവിലേജും അദ്ദേഹത്തിന് നൽകരുത്. ഫിലിം ഫെസ്റ്റിവലിൻ്റെ ജൂറി ചെയർമാൻ ആയാലും പീഡന പരാതികളൊന്നും മാറ്റി നിർത്തേണ്ട യാതൊരു കാര്യവുമില്ല. അന്വേഷണം പെട്ടെന്ന് നടക്കണം. അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതും ഈ ലോകം പെട്ടെന്ന് തന്നെ അറിയേണ്ടതാണ്.